നല്ല നാടൻ വളർത്തി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്താലോ? കൊച്ചി ആയതുകൊണ്ട് തന്നെ നമുക്ക് പല സൈഡിലും ചെമ്മീൻ കെട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു ഫ്രണ്ട് വഴി കിട്ടിയതാണ്. നല്ല സൈസ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെമ്മീൻ പോലെ ഒരു ബ്ലാക്ക് കളറൊക്കെയാണ്. കാണുമ്പം തന്നെ പേടിയാകുന്നു. സാധാരണ നമ്മളിവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് ഫിഷും ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യുന്ന പരിപാടി ഞാൻ ചെയ്യാറില്ല. എന്തായാലും ഇത് ക്ലീൻ ചെയ്തേ പറ്റും. നല്ല സൈസ് ഉണ്ട്, കാണുന്ന പോലെയല്ല. നല്ല തോടിനൊക്കെ നല്ല കട്ടിയാണ്. ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് അത് നമ്മളുടെ കൊഞ്ചൻ നുള്ളുക എന്ന് പറയുന്നത് നന്നായിട്ട് തോടൊക്കെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര കട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം ഞാൻ കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് കൊഞ്ചനേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അരമണിക്കൂർ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് അതിൽ പിടിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കൊമ്പൻ ചെമ്മീൻ അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ നല്ല കട്ടിയുണ്ട് കേട്ടോ. മീറ്റിന് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ല ഞാൻ കടിക്കുമ്പോൾ കഴിച്ചു നോക്കി, അപ്പം നല്ല കട്ടിയുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാലേ ശരിയാവത്തുള്ളൂ. ഇനി നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ കൊഞ്ചൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മൊരിയിച്ചെടുക്കുകയാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എൻ്റെ അമ്മയൊക്കെ പണ്ട് ചെയ്തിട്ട് എനിക്ക് തരാറുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൊഞ്ചൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ ഈ ചോറൊക്കെ ഇട്ടിട്ട് പുരട്ടി തരാറുണ്ട്. അതുപോലെ തന്നെ ഈ തേങ്ങയും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.